അപ്പോൾ നമുക്ക് എൻ്റെ സ്വന്തം ആമ്പൽ ഉദ്യാനത്തിലെ കുറേ പൂക്കൾ അത്യാവശ്യം അടിപൊളിയായിട്ട് വിരിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് എല്ലാം ഈ വീഡിയോയിൽ മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഓരോന്നിൻ്റെ വിത്ത് നെയിം കഴിയുന്നിടത്തോളം മാക്സിമം ഞാൻ മെൻഷൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു വേറൊരു വെറൈറ്റി അല്ല, അത് ഒരു വെറൈറ്റി തന്നെയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും സെയിലുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു കാണുന്ന പ്ലാന്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നമുക്ക് എപ്പോഴും വിരിഞ്ഞ് കിട്ടുന്ന ഒരു തരത്തിലുള്ള ലോട്ടസാണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന അടിപൊളി ആമ്പൽ, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടുന്ന വെറൈറ്റീസാണ്. പിന്നെ നമുക്ക് മഞ്ഞയിൽ തന്നെ കുറച്ച് ടൈപ്പ് ഉണ്ട്. മഞ്ഞയിൽ നമുക്ക് നിൽക്കുന്ന എപ്പോഴും വിരിയുന്ന ലോട്ടസ്, ഇതൊക്കെ നമുക്ക് ഇന്ന് പാക്കിങ്ങിനുള്ള പ്ലാന്റ് കൂടെയാണ് ഇത്. പിന്നെ നമുക്ക് ഇവിടെ പിങ്ക് ക്ലൗഡ്, പിന്നെ ഇത് അത്യാവശ്യം പേര് ഇസ്ലാം അറോഡയാണ്. നല്ല രീതിയിലുള്ള ഗ്രീൻ ലീവ്സും ഉണ്ട്. പിന്നെ നമുക്ക് നല്ല എപ്പോഴും ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതൊക്കെ അസോളയാണ്. നമ്മളെ കയ്യിൽ നിറച്ച് സെയിലിനുള്ള സാധനമാണ് അസോള. പിന്നെ ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നമ്മുടെ സബ്സ്റ്റ്യൂൺ യെല്ലോ ആണ്. നിറച്ച് നമുക്ക് വിത്തുകളിൽ നമുക്ക് ഇലകളിൽ നിറച്ച് പൊടിക്കുന്നൊരു വെറൈറ്റി കൂടെയാണ് അത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരും അത്യാവശ്യം നമ്മൾ അടിപൊളി സാധനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഗാലക്സിയാണ്. ഗാലക്സി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് ഗാലക്സി, ആ ഒരു ബ്ലൂ കളറ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റാണ്, ഇറ്റ്സ് നെയിം ഈസ് ഹസാനി ബാത്ത് എന്നറിയപ്പെടുന്നൊരു വാട്ടർ ലില്ലിയാണിത്. പിന്നെ നമ്മളെ പൂവാടോള്, അത്യാവശ്യം അടിപൊളി പൊളി സാധനങ്ങളെല്ലാം ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നു. കാണാനൊരു അത്യാവശ്യം അഴകാണ്. പിന്നെ ഇനിയും വിരിയാനുണ്ട് കുറേ പേര്. ഇത് നമ്മുടെ സബ്സ്റ്റ്യൂൺ യെല്ലോ, പിങ്ക് ക്ലൗഡ്. ഈ ആഴ്ച നമുക്കൊരു വീട്ടിൽ കൊണ്ട് പാക്കിങ് ചെയ്ത് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റാണ് അത്. പിന്നെ അവിടെ നമുക്ക് കുറേ ചുവപ്പൊക്കെ കുറേ ഇരിപ്പുണ്ട്. ഇത് അത്യാവശ്യം വലിയ നല്ല അടിപൊളി ഫ്ലവർ ആയിരുന്നു. ഇന്നലെ വിരിഞ്ഞതായിരുന്നു. ഇവിടെ നന്നായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഇല ഇരിക്കുന്ന പോടാ അല്ലേ, കുഴപ്പമില്ല ഒട്ടിക്കിട്ട്. പിന്നെ ഇതൊക്കെ നല്ലൊരു വൈറ്റ്, അതൊന്നും വിരിഞ്ഞിട്ടില്ല ഇന്ന്. പിന്നെ അവിടെ ഒരു പ്ലാന്റ് കിടപ്പുണ്ട്. അതിൻ്റെ പേര് പീച്ച് ബ്ലോ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയും നമുക്ക് ആ കണ്ട ചുവപ്പ് കുറച്ച് നിൽപ്പുണ്ട്. ആ ചുവപ്പ് അത്യാവശ്യം നല്ലൊരു റെഡിഷ് കളറാണ്. ഇതും നമ്മുടെ കയ്യിൽ ഇത് ഫ്ലവറുള്ള പ്ലാന്റ്സാണ് നമ്മൾ മാക്സിമം കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഈ കാണുന്നതിലൊക്കെ വാട്ടർ ലില്ലീസ് നിങ്ങൾക്ക് ഇതേ പ്ലാന്റ് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ച് ചോദിക്കുക. ഇതൊക്കെ നമ്മളെ സെയിലിനുള്ള പ്ലാന്റ്സാണ്. അത്യാവശ്യം നല്ല അഴകാണ് ഇതൊക്കെ കാണാൻ. എല്ലാം നമ്മുടെ കയ്യിൽ ഫ്ലവറുള്ള പ്ലാന്റ്സ് തന്നെ സ്റ്റോക്കുണ്ട്. ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ ഇതിൻ്റെ ഒരു ഇല കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ആ ഒരു നല്ല പച്ചയില, ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടി. അതിൻ്റെ ഒരു ഫ്ലവറിൽ ചെറിയ സൈഡിലെ ലീവ്സ് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക തരം വല്ലാത്തൊരു ഗ്ലാമറാണ് ഇവന്മാരൊക്കെ. പിന്നെ ഇത് നമ്മുടെ ബ്ലൂ ക്യാബിനിസ് വെറൈറ്റിയാണ്. തേനീച്ചകളൊക്കെ നിറച്ചിരിപ്പുണ്ട്. ഇത് നമുക്ക് വിത്തിൽ നിന്ന് പൊടിച്ചു കിട്ടുന്നൊരു വെറൈറ്റിയാണ്. നിറച്ച് പ്ലാന്റ്സ് ആവും ഇത്. ഇത് ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് യെല്ലോയിൽ തന്നെ നമുക്ക് ഇലയിൽ നിന്ന് പൊടിക്കില്ല, ബട്ട് കിഴങ്ങിൽ നിന്ന് നിറച്ച് പ്ലാന്റ്സ് ആയിട്ട് മാറും. ഇതിൻ്റെ ഇപ്പോൾ ഒരു 30-40 പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ ഒരു വാട്ടർ ലില്ലിയുടെ പേര് നമ്മുടെ ടിന ആണ്. ടിന എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി പ്ലാന്റ് ആണ്. നിറച്ച് തൈകളാവും. നിറയെ പ്ലാന്റ് ആക്കാൻ വേണ്ടി എടുക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് കൂടെയാണിത് ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ കുഞ്ഞൻ ആമ്പലുകളുണ്ട്. നിറച്ച് കുഞ്ഞു പൂക്കൾ വിരിയാൻ കഴിവുള്ള ഈ കുഞ്ഞൻ ആമ്പലുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിച്ച ഈ പ്ലാന്റ്സുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 980 6874 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ദിസ് ഈസ് ആരൻ ഗോലി സൈനിങ് ഔട്ട്. ബൈ ബൈ.